കൃഷിക്കാർ പറയുമ്പോൾ ഇഞ്ചമ്പുളിയുടെ ആവെന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്ത ഒരു കിഴങ്ങനായിട്ടുള്ള ഒരാളിന് ഇത് തനി പച്ചയാണ്, നല്ല മൂത്ത സാധനമാണത്. ഇതും മുഴുവൻ ഞാൻ തന്നെ കഴിക്കേണ്ടി വരും. പാചകത്തിന് ടച്ച് വിട്ടാ ചേട്ടന്. നമ്മള് തൃശ്ശൂക്കാര് പണി കഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ചു പോണേനെ പറയും. അടിച്ചു പോണേന്ന് പറയാട്ടാ. ഇംഗ്ലീഷ് പറയുന്നില്ല, ആളെ മലയാളം പഠിപ്പിക്കും നമ്മള്. മലയാളം പഠിപ്പിക്കും, ചേട്ടൻ ഇംഗ്ലീഷും പഠിക്കും. ഇടയ്ക്കായിട്ട് കൈ കിടത്തണല്ലോ. ഇപ്പൊ നോക്കിയേ 2:0 നിൽക്കുന്ന കേട്ടാ പാചകത്തിന്റെ ഇത്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ഇട്ട് കാണിച്ചിട്ടില്ല പരിപാടി കഴിഞ്ഞ 5 പറഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്യാക്കിയത് മറന്നുപോയി. കണ്ട ആഹാ, എനിക്കിത് കാണുമ്പോ തന്നെ കൊതിയാണ് ഇപ്പൊ. കണ്ട എന്നെ പറ്റി എനിക്ക് അഭിമാനം തോന്നുന്നു. കണ്ട ഈ ഉപ്പേരി കണ്ട നല്ല രസമായിട്ട്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് നമ്മളൊരു മാരത്തോൺ പാചകമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മളെ വീടിന്റെ മുന്നിൽ വന്നിട്ട് കുറെ ദിവസമായി. രണ്ടുപേരും കൂടിയിട്ട് ഇങ്ങനെ മേശ ഇവിടെ നിന്നിട്ട് പാചകം ചെയ്തിട്ട് കുറെ നാളായി. നമ്മൾ ഒന്നിങ്ങ നമ്മുടെ പറമ്പ് മറ്റേ പറമ്പിൽ അല്ലെങ്കിൽ മറ്റേ കുടിലിന്റെ ബാക്കിൽ അങ്ങനെയൊക്കെ. അല്ല കുടിലിന്റെ ബാക്കിലല്ല, കുടില് ബാക്കിൽ അവിടെ കേട്ടാ. അപ്പൊ നാളെ ഉത്തരാടന. അപ്പൊ ഞങ്ങള് ഇന്ന് തലേദിവസം നമ്മള് ഒരു സദ്യ ഉണ്ടെങ്കിൽ തലേദിവസം എന്തിട്ടൊക്കെ ചെയ്ത് വെക്കുക? ഇഞ്ചമ്പുളി, നാരങ്ങ, കായ വറക്കും, ശർക്കരപ്പേരി ഉണ്ടാക്കും, കാളം കുറുക്കും. ഈ 5 സാധനം നമ്മൾ ചെയ്ത് വെക്കില്ല. അത് ഞങ്ങൾ ചെയ്ത് വെക്കാൻ പോവായിരുന്നു. അപ്പൊ പിന്നെ വിചാരിച്ചാൽ അതങ്ങോട്ട് റെഡി ആക്കാം. അപ്പൊ അങ്ങനെ ഇത് തുടങ്ങാൻ പോവാണ്. എപ്പോ കഴിയുന്നൊന്നും അറിയില്ല. അപ്പൊ സരിതിക്ക് കൊടുത്തോണത് ഇഞ്ചമ്പുളി, പിന്നെ ഈ വടകപ്പുളി, നാരങ്ങ, പിന്നെ കാളൻ. ഈ 3 സാധനങ്ങളാണ് എനിക്ക് എന്ന് പറഞ്ഞാൽ കായ വറുത്തത്. കായ വറക്ക, ശർക്കരപ്പേരി ഉണ്ടാക്കാനുള്ള എന്റെ ചുമതല. നമുക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രശ്നമല്ല, ഒരു ഡ്രോബാക്ക് നമ്മുടെ ഇഞ്ചമ്പുളി എന്ന് ഞങ്ങൾ പറയും, പുളിഞ്ചി എന്നും പറയും. പല സ്ഥലത്തും പുളിഞ്ചി എന്നും പറയുന്നുണ്ടാവുക. ഇഞ്ചമ്പുളി എന്ന് പറയുന്നത് വേറൊരു ഇഞ്ചമ്പുളിയുടെ ആവെന്ന് പറയും. തൃശ്ശൂക്കാർ പറയുമ്പോൾ ഇഞ്ചമ്പുളിയുടെ ആവെന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്ത ഒരു കിഴങ്ങനായിട്ടുള്ള ഒരാളിന് ഇഞ്ചമ്പുളിയുടെ ആവെന്ന് പറയാ. അപ്പോൾ ഇഞ്ചമ്പുളി അല്ലെങ്കിൽ പുളിഞ്ചി ഉണ്ടാക്കണമെങ്കിൽ നല്ല കറുത്ത പഴയ പുളിയാ വേണ്ടത്. അത് നല്ല കറുത്തിരിക്കണല്ലോ. പക്ഷെ നമ്മുടെ പുതിയ പുളിയാ. നമ്മുടെ പഴയ പുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ പുതിയത് വെങ്ങണിശ്ശേരിന്ന് തോന്നുന്നുണ്ട് അമ്മ വാങ്ങിയതെന്ന് എനിക്ക് തന്നിട്ടുള്ളതാ. അതുകൊണ്ട് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുറച്ച് നേരമായി. നമ്മുടെ ഇഞ്ചമ്പുളിക്ക് കളർ ഉണ്ടാവില്ല, കറുപ്പ് കളർ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒരു വിഷമകരമായ കാര്യം. പക്ഷെ ടേസ്റ്റിലൊന്നും വ്യത്യാസം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഇഞ്ചമ്പുളി ഉണ്ടാക്കാൻ പോവാം. അവള് ഇഞ്ചമ്പുളി ഉണ്ടാക്കട്ടെ. അപ്പൊ ഞാൻ കായ തൊലി കളയാൻ പോവാണ്. ഈ കായ കാണുമ്പോ മഞ്ഞ കളർ ഉണ്ടാവും കേട്ടാ. ബെസ്റ്റ് കായ കൊലയാണ് ഇത്. എന്തിനാ ഇല കൊണ്ട് പൊതിഞ്ഞിട്ട് വളരെ വിചാരിച്ചു കായ ഇവിടെ പഴുത്ത കായ, ഈ കായ വറക്കാൻ വാങ്ങിച്ചോളന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത് പഴുത്തല്ല, ഇത് തനി പച്ചയാണ്, നല്ല മൂത്ത സാധനമാണിത്. ഇതിന്റെ ഉള്ളില് ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു മഞ്ഞ കളർ കിടക്കുന്നതാണ് കേട്ടാ. എങ്ങനെ ഇരിക്കുമ്പോ എങ്ങനെ ഇരിക്കുക? ചാക്കിന്റെ ഉള്ളിൽ കൊല ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഞാൻ കായ തൊലിയാണെന്നൊക്കെ നിനക്ക് പിന്നെ പറയാനൊന്നുമില്ല. ഇതിലുണ്ടാക്കുന്ന വലിയ സംഭവമൊന്നുമില്ല. കായ വറക്കണം അന്ന് വൈകുന്നേരം കായത്തൊലി പയറായിരിക്കും എല്ലാവരും മിക്കവാറും വീട്ടില് കഞ്ഞിയിലേക്ക് അല്ലേ. പറഞ്ഞ പോലെ പഴുത്തുണ്ടോന്ന് ആലോചിക്കണേ നോക്കണേ. ഇത് എനിക്ക് ഇതിന്ന് കുറച്ച് തന്നോ? എന്തിനാ? കാളൻ. അത് തരാം. അല്ല, അരിഞ്ഞിട്ട് തന്നാ മതി. തൊലി കളഞ്ഞിട്ട് അരിഞ്ഞിട്ട്. ചേട്ടൻ എന്തായാലും അരിയല്ലോ. അപ്പൊ ഞാൻ കായ കഴുകിയതിനാട്ടാ. ഞാൻ കഴുകി. എന്തായാലും കായ റോഡ് സൈഡിൽ നിൽക്കണതല്ല. അപ്പോൾ കണ്ടമാനം പൊടിൻ്റെ ആവും. എന്തായാലും കഴുകിയിട്ടാണ് നമ്മൾ തുടങ്ങണം. തുടങ്ങിക്കോ, നീ തുടങ്ങിക്കോ. പാത്രം ചൂടാവണ്ടേ? എൻ്റെ വർത്തമാനം കേൾക്കണ്ട. ഞാൻ കേൾക്കണമെന്നില്ലേ. എല്ലാ സ്ഥലത്തും ആഘോഷങ്ങളും കൊട്ടും പാട്ടൊക്കെ തുടങ്ങി. കൊട്ട് കേൾക്കുന്നുണ്ട്. എന്തൊരു പരിപാടിയാവോ? പിള്ളേര് വല്ല കുമ്മാട്ടി സംഘങ്ങൾ ഇറങ്ങുണ്ടാവും. സ്കൂള് കൂട്ടിയില്ലോ വിളംബരം. ഇന്ന് പൂരാടം നാള്. ശരിക്കും ഞങ്ങൾക്ക് നമ്മുടെ വീട്ടില് പണ്ട് ഓണം വരുന്നത് പൂരാടത്തുന്ന നാളാണ്. കാരണം നമ്മുടെ അച്ഛൻ്റെ പിറന്നാളായിരുന്നു. ഈ ചിങ്ങമാസത്തിലത്തെ പൂരാടം നാളാണ് അച്ഛൻ്റെ പിറന്നാള്. അപ്പൊ അന്ന് സൂപ്പർ സദ്യ ഉണ്ടാക്കും. അച്ഛനെ ഉണ്ടാക്കുക. നമ്മൾ ചുറ്റും കയ്യാള്. പക്ഷെ 10 പേരുണ്ടെങ്കിൽ അച്ഛന് പോരാ. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന കൊല്ലം എല്ലാവരും പറഞ്ഞു, ഞാനാണെങ്കിൽ വന്നപ്പോൾ പിന്നെ അച്ഛനമ്മയോട് ഭയങ്കര സെറ്റായിരുന്നു, ഭയങ്കര കൂട്ടായിരുന്നു. എടാ പോടാ ബന്ധം എന്ന് പറയില്ല, അതുപോലെ ഇരുന്നു. അപ്പോൾ എന്നോട് ചേച്ചിമാർ പറഞ്ഞു, നീ നിന്നോട്ടെ അച്ഛൻ്റെ അടുത്ത്, നിങ്ങൾ ഭയങ്കര സെറ്റാണല്ലോ, നീ നിന്നോളാൻ പറഞ്ഞു. അതിൻ്റെ അപകടം എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി. അച്ഛനൊരു സാധനം എടുക്ക് എന്ന് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അച്ഛൻ്റെ കയ്യിലെത്തണം. ഞാനത് എവിടെയാന്നൊക്കെ നോക്കിയൊക്കെ പിടിച്ച് വരുമ്പോഴത്തേക്കും അച്ഛൻ നല്ല പാട്ട് തുടങ്ങിയിട്ടുണ്ടോ. നല്ല ചീത്ത വയ്ക്കും അച്ഛൻ്റെ വെളിച്ചെണ്ണ വെച്ചു. അപ്പോഴെനിക്ക് മനസ്സിലായേ ചേച്ചിമാരെന്നെ അവിടെ അപകടത്തിൽ തള്ളിയിട്ട് പോയതാന്ന്. അവർക്ക് പിന്നെ അറിയാലോ. വെള്ളത്തിൽ കായ തൊലി കളഞ്ഞിടാം. മഞ്ഞൾ വെള്ളത്തിലിടുന്നവരുണ്ട്,
കടാ കായ്ക്ക് ഒരു കുഴപ്പമില്ല, നല്ല പച്ചക്കായിനത്. വല്ല വാഴലാക്കിട്ടിട്ട് എൻ്റെ ബനിയും കറയാവും ഇത്. കറയാവോ പറഞ്ഞ പോലെ? ഇല്ലില്ല, ഞാനൊക്കെ പറഞ്ഞു, ഞാനെന്നെ പറഞ്ഞില്ല. പുതിയ ബനിയനെ ചേട്ടൻ ഇത് കുറേ നാളെ വാങ്ങിച്ചിട്ട്, പക്ഷെ എനിക്ക് എന്താണ് ഈ കളർ ഇഷ്ടമില്ലാത്ത കാരണം ഞാനിത് എപ്പോൾ ഇടുമ്പോഴും പറയും ഇതൊരു ഭംഗിയില്ല എന്ന് പറയുമ്പോൾ ദൂരിടും. ലാസ്റ്റ് ഇന്ന് ചേട്ടൻ എടുത്തിട്ടത്, എന്നിട്ട് ഈ കളർ ഡ്രസ്സ് എന്നോട് ഇടാൻ പറഞ്ഞു. ഈ കളർ ഡ്രസ്സ് എനിക്കില്ല. 80 രൂപ കായ്ക്ക്, പഴത്തിനും 80 രൂപ, കായ്ക്ക് 80 രൂപ. പുളി പിഴിഞ്ഞ് വയ്ക്കണം. വെച്ചിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ ചൂടായി, കടുകിടുന്നു, 2 മണി ഉലുവി ഇടുന്നു, വറ്റൽമുളക് ഇട്ടു, വേപ്പിൻ്റെ ഇല ഇട്ടു. മറ്റേ കുഞ്ഞേ ചട്ടിയിലാക്കിയാൽ മതിയായിരുന്നു ചേട്ടൻ. എന്തായാലും ഒരു കുഴപ്പമില്ല. ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞതും. എന്തായാലും കുഴപ്പമില്ല. അധികം സാധനം വേണ്ടല്ലോ, നാപ്പാടി 3 പേരുണ്ട് കഴിക്കാനായിട്ട്. എന്തോരം സാധനങ്ങൾ വേണം. അതിന് ഇത് മുഴുവൻ ഞാൻ തന്നെ കഴിക്കേണ്ടി വരും. ഏത് 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 ഈ വക സാധനങ്ങളൊക്കെ വെള്ളം അല്ല, അതൊക്കെ ഒക്കെ വെള്ളത്തിലിട്ട് ആക്കിയിട്ടാ. ഈ 2 കായ മതി. 2 കായ എനിക്ക് ആദ്യം തന്നെ അത് അരിഞ്ഞ് വെച്ച് തരാം. 2 നേന്ത്രക്കായ. പാചകത്തിന് ടച്ച് കിട്ടാ ചേട്ടന്? കുറച്ച് നാളിട്ട് കളക്കലല്ലേ? കളക്കലന്നെ. 4 ആക്കണ 2 ആക്കണ? 4 2. ശരിക്കും സദ്യക്കൊക്കെ കളം കുറുക്കുമ്പോൾ കായും ചേനയും ഇടും. നമ്മൾ ചേനയൊന്നും ഇടില്ല ചേട്ടാ, കായ മാത്രം ഇടണല്ലോ. ചേന ചിലപ്പോൾ കരികരിപ്പുണ്ടാവും. എന്താ തരുന്നത് കായ? താങ്ക് യു. ഇനി ഞാൻ എൻ്റെ അടുത്ത പരിപാടിക്ക് പോകട്ടെ. ചേട്ടൻ്റെ ഡയലോഗ് ഞാൻ പ്രതീക്ഷിച്ചു. താങ്ക് യു പറയേണ്ട ആവശ്യമില്ല. അത് ഞാൻ എപ്പോഴും പറയേണ്ട വെച്ചിട്ടുണ്ട്. ഇവിടെ എപ്പോൾ നോക്കിയാലും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു. ഇന്നലെ ബെഡ്ഷീറ്റ് മാറ്റി വിരിക്കണ സമയത്ത് അതെന്താണ് പറയാണ്ട് തന്നെ വന്നിട്ട് വിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തു ചേട്ടാ. അപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് ഞാൻ അങ്ങനെ വിരിച്ചതാക്കാം. അപ്പം ഞാൻ താങ്ക് യു പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു താങ്ക് യു പറയരുത് എന്ന് പറഞ്ഞിട്ട് ഗൗരവത്തിൽ പറഞ്ഞു. 4 ശർക്കരപ്പേരിക്ക് 4 ശർക്കരപ്പേരി. അതൊക്കെ ചേട്ടൻ്റെ ഇഷ്ടം. ഞാൻ അതിലേക്ക് കൈ കടത്താൻ. ബാക്കിയുള്ളത് വട്ടപ്പേരി. അപ്പോൾ ഞാൻ അത് കഷ്ണം ഉണ്ടാക്കണം. അതേപോലെ തന്നെ കഷ്ണം ഉണ്ടാക്കണം. എൻ്റെ പണികൾക്ക് അത്ര പ്രാധാന്യമൊന്നുമില്ല ചേട്ടാ. എന്തെങ്കിലും അതേ എല്ലാ വീഡിയോ നാളെ വിടാം, ഉത്രാടത്തുന്ന നാള്. അപ്പോൾ ഇത് ചെയ്ത് വയ്ക്കാത്തവരുണ്ടെങ്കിൽ വേഗം ഈ വീഡിയോ കാണുമ്പോൾ ചെയ്തോളൂ. അല്ല എല്ലാ കൊല്ലം ഞങ്ങളേ വീട്ടിൽ ഒന്നും വയ്ക്കാറില്ല ഓണത്തിന്. സത്യത്തിൽ നേരെ കാലത്ത് കുറിച്ച് അമ്പലത്തിൽ പോയിട്ട് നേരെ ഇവിടെ സരിതര വീട്ടിൽ പോകും. അവിടെയാണ് എല്ലാ ദിവസവും. എല്ലാ ദിവസവും എന്നോട് പറയും നിങ്ങൾ പിന്നെ അവിടെ ചെയ്യാൻ നിൽക്കണേ. പിന്നെ ഞാൻ എന്തായാലും ഓണത്തിന് പോയി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വരുള്ളൂ. അപ്പോൾ ഇവിടെ ഉണ്ടാക്കി വെച്ചത് മുഴുവൻ വേസ്റ്റ് അല്ലേ. അങ്ങനെ അപ്പോൾ ഒരു കാര്യമില്ല. ഓണം ഉണ്ണാൻ അങ്ങോട്ട് പോകും. കാരണം ഞാൻ ചെന്നിട്ട് ആണ് ഓണം ഉണ്ടിട്ട് വേണം ചക്കരയ്ക്ക് അവളുടെ വീട്ടിൽ പോകാൻ. വെള്ളത്തിലിട്ട് വയ്ക്കാം. വെള്ളത്തിലിട്ട് വെച്ചിട്ടൊന്ന് കറി ഉണ്ടാവും ഇതിന്. അപ്പം ഇനി ഇതായിട്ടാ ഇതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് പോയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് പുളി അരിച്ചൊഴിക്കുകയാണ്. സരിതര പണിയേക്കാളും വേഗം എൻ്റെ പണി കഴിയും. അതെ, അതൊരു ഇതാണ് കേട്ടോ. നമ്മൾ തൃശ്ശൂകാർ പണി കഴിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ചു പോണേനെ പറയാട്ടാ. നമ്മൾ വേഗത്തിലിപ്പോൾ കൂട്ടായ്പ കഴിയുന്നല്ല ഉദ്ദേശിക്കുന്നത്. കൂട്ടായ്പ കഴിയുന്നതാണ് ചേട്ടൻ ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാന്ന് മറ്റുള്ളവർ വിചാരിക്കേ പണി കഴിയുന്ന വിചാരിച്ചപ്പോഴേ. അത് ഇങ്ങനെയാണ് പറയാൻ പറ്റുക അജു അല്ലേ. കറിയൊന്ന് വിട്ടിട്ട് നമുക്കൊന്ന് വെള്ളത്തിൽ മതി തോന്നുന്നു അല്ലേ. ഇനി പുളി ഇതിലത്തെ എടുക്കണ. അതേത് കിളിയാ സൗണ്ട്? അങ്ങനത്തെ ഒരു സൗണ്ട്. കായത്തോലിയും വയറും വെക്കാട്ടെ നമുക്ക്. അടിപൊളിയായിരിക്കും. കണ്ടാ ആ സൗണ്ട് ചേട്ടാ? കണ്ടു. ആഹാ, നല്ല അതിൻ്റെ ഒരു മണം തുടങ്ങിയില്ല. നമ്മൾ സദ്യകളുടെ ഒരു മണം തുടങ്ങി. ഇഞ്ചമ്പുളിയിൽ തന്നെ അത് വരുമ്പോൾ തന്നെ ഇതിന് തളച്ചകട് കുറുകി വരട്ടെ, സമയം പിടിക്കും. അതിലേക്ക് കുറച്ച് സാധനങ്ങൾ ഇടാണ്ട്. ഉപ്പ്, തരി, മഞ്ഞപ്പൊടി, ചേമുളക് പൊടി, ലേശം മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് കിട്ടാ ഒരു കഷ്ണം കായം വേണം. അല്ലെങ്കിൽ കായ്പ്പൊടി വേണമെങ്കിൽ ചേർക്കാം. കായ്പ്പൊടി ഇട്ടാൽ മതിയാ? കായ്പ്പൊടി പാത്രം എടുത്തിട്ടില്ല. അല്ല, കായ ഇട്ടാൽ മതി. അതരിഞ്ഞോളൂ. ഈ കായം കണ്ട, ഈ കായം കട്ടയാവില്ല. ഇത് കഴിയാറായി തുടങ്ങിട്ടാ. നമ്മൾ മറ്റേ കായം വാങ്ങിക്കില്ലേ, LGയുടെ കായം വാങ്ങിക്കില്ലേ. അപ്പോൾ ഇങ്ങനെ മരക്കഷ്ണം പോലെ ഇങ്ങനെ എന്താ പറയുക, കരിങ്കല്ല് പോലെ ഇട്ടുണ്ടാവും. ഇത് കാറ്റടിക്കുമ്പോഴേക്കും അതെ. പിന്നെ ഒരു വിശേഷം പറയട്ടെ. അതായത് ഈ മാസം 21-ാം തീയതി നമ്മളപ്പം ഇവിടെ ഒരു ആസ്ട്രേലിയക്കാരൻ വന്നിട്ട് എൻ്റെ ഒപ്പം പാചകം ചെയ്തിരുന്നു. നമ്മളപ്പം ആൾക്ക് വീണ്ടും വരുന്നു പറഞ്ഞിട്ട് ആളിപ്പോൾ വീണ്ടും 21-ാം തീയതി ഒരു പാചകം ചെയ്യാൻ വേണ്ടി വീണ്ടും. ആളൊരാഴ്ച വിടുന്ന ചേട്ടൻ സൂപ്പറായിട്ട് ഇംഗ്ലീഷ് പറയും.
ഇംഗ്ലീഷ് പറയുന്നില്ല, ആളെ മലയാളം പഠിപ്പിക്കും നമ്മൾ. മലയാളം പഠിപ്പിക്കും, ചേട്ടൻ ഇംഗ്ലീഷും പഠിക്കും. അല്ല ചേട്ടാ ഒരു ഇത് ശ്രദ്ധിക്കില്ലല്ലോ, തെറ്റുമോ? ഞാനും ജഗ്ഗൊന്നും അന്ന് സംസാരിച്ചില്ലാണ്ട് കുറേ കമൻസ് വന്നു, സരിതയ്ക്ക് ഒന്നും ആളോട് സംസാരിക്കാൻ എന്താ പറ്റാത്തതെന്ന് ചോദിച്ചിട്ട്. അത് നമ്മളെന്തുട്ടാ ഒന്നാമത്തിൽ നമുക്ക് പറഞ്ഞ് ഇങ്ങനത്തെ ലാംഗ്വേജ് ആയാലും നീന്തൽ, ഡ്രൈവിങ് അങ്ങനത്തെ ഒക്കെ നമ്മൾ ചെയ്തിട്ട് തന്നെ നമ്മൾ ശീലിക്കണം. അല്ലാണ്ട് അത് അതിൻ്റെ തിയറി പഠിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ. എന്ന പോലെ ഇത് പഠിക്കും, ഇതാവുമ്പോൾ നമുക്ക് പറഞ്ഞ് തന്നെ പഠിക്കണം. അതിന് നമ്മൾ പറയണില്ലല്ലോ. അപ്പോൾ പക്ഷെ പറയാൻ പോകുമ്പോഴാണെങ്കിൽ ഗ്രാമർ ആലോചിക്കും, ഇത് പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, മറ്റേ കുറച്ചത്. അപ്പം നമുക്ക് ഈസ് വാസ് വേറെന്നൊക്കെ ആലോചിച്ചു. ചേട്ടൻ പിന്നെ അതൊന്നും നോക്കണ പരിപാടിയില്ല. ശർക്കര കൊണ്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയോ. ഉപ്പ് കുറച്ചുകൂടി വേണം. ഉപ്പ് വേണം. അതിപ്പോൾ ഉപ്പ് അല്ല, ഉപ്പ് ഇടണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതി. പുളി ഇതാവട്ടെ. ഇട്ടു, ഞാനിടും. അപ്പോൾ അത് ആരാണ് പറഞ്ഞു കേൾക്കണ്ട? ചേട്ടൻ്റെ എന്നാ ഞാനിത് പഠിച്ചത് പറഞ്ഞാൽ കേൾക്കാണ്ടിരിക്കേണ്ട ശീലം. ഞാൻ നല്ല അനുസരണയോടുകൂടി വളർന്ന കുട്ടിയായിരുന്നു. ചേട്ടൻ്റെ കൂടെ ജീവിച്ചിട്ട് എൻ്റെ സ്വഭാവം വഷളായത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഉപ്പേരി വറക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതെവിടെ ആവട്ടെ, ഞാൻ കാളം വയ്ക്കാൻ പോവാം. വെച്ചോ. ചിപ്സ് ഉണ്ടാക്കാൻ പോവാണ് ഞാൻ. എനിക്കിത് ചേട്ടൻ നുറുക്കി സഹായിച്ച കാരണം എനിക്കിത് പെട്ടെന്ന് തന്നെ വെക്കാം. ഒരു കാര്യം ചെയ്തല്ലേ സരിത, ഞാൻ ഇങ്ങോട്ട് നീങ്ങിട്ട് ഈ അടുപ്പം വെച്ച് ചെയ്യാം. അടുപ്പം വെച്ച് ചെയ്യാം. അവിടെ ഗ്യാസ് കുറ്റി വേറെ വെച്ചിട്ട് ചെയ്യാൻ നല്ലത്. മുട്ടി നിൽക്കും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാനായ കാരണം ഉണ്ടാകും, വേറെ വല്ല പെണ്ണുങ്ങളാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അല്ലേ. അതിനിപ്പോൾ എന്തിട്ട് വേറെ പെണ്ണുങ്ങളായാലും ഞാൻ അകത്ത് നിൽക്കുള്ളൂ. അതെ. ഇനിയിപ്പോൾ കാളന ഉണ്ടാക്കാൻ പോകണം കേട്ടോ. ഞാനിവിടെ ചിപ്സ് ഉണ്ടാക്കാൻ പോകണം. വേറെ അടുപ്പുണ്ടല്ലോ. കുറച്ച് മുളക് പൊടി മതി, പിന്നെ മഞ്ഞൾപ്പൊടി കൂടുതലായിക്കോട്ടെ, നല്ല മഞ്ഞ കളറിൽ ഇരുന്നോട്ടെ കാളൻ. പിന്നെ വേണ്ടതെന്നിട്ടെന്നറിയോ, ഉപ്പ്, കുരുമുളക് പൊടി. ശരിക്കും വൈറ്റ് പെപ്പർ പൗഡർ വേണം, അതായത് തൊലി കളഞ്ഞ കുരുമുളക് പൊടിച്ചതാണ് വേണ്ടത്. പക്ഷെ അത് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ കാളൻ അത് കാര്യത്തിൽ കറുത്തിരിക്കും കേട്ടോ. വാരാണ് വെളുത്ത കുരുമുളക് പൊടി ഇടുന്നത് സദ്യക്കൊക്കെ. തൊലി കളഞ്ഞതാ ഇടാ സദ്യക്കൊക്കെയും. അതൊന്നും ഇടില്ല, ഇപ്പൊ ഒന്നും ആരും ഇടില്ല. കെട്ടി കഴിഞ്ഞാടും. അതല്ല ഈ കായലത്തെ വെള്ളം നൂറ്റി കളഞ്ഞത് വാലാൻ വെക്കുന്നുണ്ട് കേട്ടാ. ഈ വെള്ളം ഇതിൽ വേപ്പിൻ്റെ ഇല ഇട്ടു, ഇത് വേവട്ടെ. ഇനി ഇതിലേക്ക് നാളികേരം അധികം എടുത്തിട്ടുണ്ട്. കാളം കുറുക്കിയെന്ന് പറയുമ്പോൾ നല്ല കുറുകുറു തന്നെയല്ലേ ഇരിക്കണ്ടേ, അപ്പം നാളികേരം വേണം. എന്ത് ചേട്ടൻ എന്തിട്ട് വേണ്ടേ? അല്ല തിളച്ചു, എനിക്ക് അവിടെ നിന്ന് ഒഴിവായിട്ട് വേണം എനിക്ക് അവിടെ അടുപ്പ്. ഓക്കെ. ഇതിലേക്ക് കുറച്ച് നല്ല ജീരകം, പച്ചമുളക്. നമ്മുടെ പച്ചമുളക് തന്നെയാണ്. നീ അതിൻ്റെ കൊറ്റ അല്ല ഇതിട്ടുണ്ട്, കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് നല്ല കട്ട തൈര് വേണം. തൈര് ഞാനിപ്പോൾ ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവന്നിട്ടില്ല. അതൊക്കെ പുളിക്കനുസരിച്ചിട്ട് ചേർക്കുക. എന്നിട്ട് ഇത് നല്ല വെണ്ണ പോലെ അരച്ചു കൊണ്ടുവരണം. എന്നിട്ട് ഇത് വേകുമ്പോൾ ചേർക്കണം. അടിച്ചുകൊണ്ടിരും. അരച്ചു. ആ സമയം കൊണ്ട് ഞാനിവിടെ പുതിയ ഒരു അടുപ്പ് ഫിറ്റ് ചെയ്തു. 2 അടുപ്പിലാണ് കേട്ടോ, സദ്യയിലെ പോലെയാണ് കേട്ടോ. ഇവിടെ ഒരു ഗ്യാസും കുറ്റി, അവിടെ ഒരു ഗ്യാസും കുറ്റി. ചേട്ടന് പലക വേണ്ടല്ലോ, ഞാൻ വടുക പുളി അരിയട്ടെ. അതിനൊന്നും വേണ്ട, എനിക്ക് പലചര ആവശ്യം കഴിഞ്ഞില്ലേ. നമ്മൾ ചീഞ്ചട്ടി അടപ്പത്ത് വയ്ക്കണോട്ടാ. അതായത് നിന്റെ ഇഞ്ചമ്പൊടി തിളച്ചു തരുതാ, തിളച്ചിട്ട് കുറേ നേരമായി. അപ്പോൾ നല്ല മണം വന്നു തുടങ്ങിട്ടാ, അടിപൊളി. അത് കുറേ സമയം തിളയ്ക്കണം. കാളൻ നടക്കായിരുന്നില്ലേ കയ്യിൽ? അല്ല, ടീസ്പൂൺ മതി. ഞാൻ ചെയ്തോളാം, ചേട്ടൻ്റെ പണി ചെയ്തോ. ഇടയ്ക്കായിട്ട് കൈ കിടത്തണല്ലോ, അല്ലെങ്കിൽ എന്താണ് രസം. ഇപ്പോൾ നോക്കിയേ 2-0 നിൽക്കണം കേട്ടാ. പാചകത്തിൻ്റെ ഇത് സരിതര 2 പാചകം കഴിഞ്ഞു, എൻ്റെ ഒന്നും ആയിട്ടില്ല. കുരു കളഞ്ഞോളാം ഒന്ന്. പിന്നെ കുരു കളയില്ലേ. ആദ്യം ഓണക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഓണത്തിൻ്റെ ഈ മൂലം പൂരാടം ഒക്കെ ആവാൻ കാത്തിരിക്കും. ഈ പൂരാടത്തിൻ്റെ ഈ ദിവസത്തിലാണ് അച്ഛനൊക്കെ ബോണസ് കിട്ടുക ഒട്ടുകമ്മിയിൽ. അപ്പോഴാണ് കായക്കൊലയൊക്കെ വാങ്ങിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ടേക്ക്. കായക്കൊലയില്ലേ, ഈ നമ്മുടെ ഈ പ്രദേശത്തില്ലേ ഏറ്റവും കൂടുതൽ കായക്കൊല അത് പഴുത്ത നേന്ത്രപ്പഴം കെട്ടിനകത്ത് ഇടുന്ന വീട് നമ്മുടെ വീടാണ്. അതായത് നമ്മുടെ സൈഡ്. ചേട്ടന്റെ പഴം കഴിക്കലും ഇതൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? അതുപോലത്തെ 6 പേര് സങ്കല്പിച്ചു നോക്കിയേ. അപ്പൊ പിന്നെ ഇല്ല. ബാക്കിയുള്ളവർക്ക് അങ്ങനെ ബോണസ് കിട്ടുന്ന ആളുകളില്ലല്ലോ. മനസ്സിലായി നിനക്ക്? നമ്മൾ കൃഷി അന്ന് അതില്ല. അന്ന് ഈ നമ്മൾ ഈ കിണറ്റിൽ മോട്ടറൊന്നും വെച്ചിട്ടില്ല പണ്ട് കാലത്തെ.
ഇവിടെ വാഴയില്ല. വാഴയില്ല അങ്ങനെ. ഇതുകൊണ്ട് നൂർക്കാൻ പറ്റില്ല. മറ്റേത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ, ഇങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കറുത്തപ്പിടിയായിട്ടുള്ള കത്തി. വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോളേ ഈ നമ്മുടെ തെക്കോറുണ്ട്, അതായത് ഈ വീടിന്റെ നടപ്പരയുടെ സൈഡിൽ ഒരു ചായ്പുണ്ട് വേറെ. ഇറയല്ല, ഒരു റൂം പോലെ തന്നെയാണ് നീളത്തില്. അതിലിങ്ങനെ വരിയായിട്ടുണ്ട് കൊലകളാണ്ട് കെട്ടി ഞാത്തിട്ടുണ്ടാവും. ഒരു റോബസ്റ്റ് കൊല, പിന്നെ ചെറുപഴത്തിൻ്റെ ഒരു കൊല, നേന്ത്രക്കൊലകൾ കുറേ എണ്ണം. ഒരു 5-8 കൊലയ്ക്ക് നേന്ത്രക്കൊലയുണ്ട്. നമ്മൾക്ക് നാട്ടിൽ നമ്മൾ വീമ്പ് നമ്മൾ പൊക്കി തരണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. എൻ്റെ വീട്ടിൽ ഇത്ര നേന്ത്രക്കൊലയുണ്ട് കെട്ടിയിട്ടുണ്ട്, നിൻ്റെ വീട്ടിൽ എത്ര ഉണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ വീട്ടിലൊക്കെ 1-2 അങ്ങനെയാണ് ഉണ്ടെങ്കിൽ ഭാഗ്യമായി. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് നേന്ത്രപ്പഴം തിന്ന് കഴിഞ്ഞിട്ട് പിന്നെ 4 ഓണത്തിൻ്റെ ഒന്നാകുമ്പോൾ അത് പിന്നെ പഴമൊക്കെ കറുത്ത കളറിലേക്ക് വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് അമ്മ ചെമ്പിൽ ഈ ചെമ്പലുണ്ട്, നെല്ല് പുഴുങ്ങണ ചെമ്പില്, അതിൽ പുഴുങ്ങും. ഇപ്പോഴൊന്നും അതില്ല, പുഴുങ്ങിയിട്ട് പിന്നെ അത് 2 ദിവസം പുഴുങ്ങിയ പഴം കഴിക്കുക. എന്തെല്ലാം ഓർമ്മകളാ. ഓണം കഴിയുമ്പോഴത്തേക്ക് നല്ല വണ്ണം വെച്ച് തുടുത്തുണ്ടാവില്ല, കുട്ടപ്പന്മാരെ ഉണ്ടാവും. അല്ല, ഓണത്തിന്റെ ടൈമിലാണ് തിന്നാനുണ്ടാവുള്ളൂ, അല്ലാത്ത സമയത്ത് തിന്നാനില്ലല്ലോ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ആർക്കാണ് സദ്യയോടും ഇതിനോടും താല്പര്യം? എല്ലാവരും പറഞ്ഞ് ഓർഡർ കൊടുത്തു. ഓണസദ്യ ഒന്നും ഇത്രയാണ് ഇതുള്ളത്. വീട്ടിൽ വയ്ക്കുന്നവർ അധികം പേരില്ലാണ്ടായി മാറി അല്ലേ? അല്ല, അങ്ങനത്തെ കാലഘട്ടങ്ങൾ കഴിഞ്ഞ് വന്നതാണ്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഇട്ട് കാണിച്ചിട്ടില്ല പരിപാടി കഴിഞ്ഞാൽ 5 എണ്ണമല്ലോ, അത്രയും മതി നമുക്ക്. നമ്മൾ ഇന്നലെ ഈ മറ്റേ ഇവിടേക്ക് പോയപ്പോഴേ വ്യവസായ വാണിജ്യ വകുപ്പിൻ്റെ പ്രദർശന മേളയിലേക്ക് പോയില്ലോ. അപ്പോൾ അവിടെ ഒരുവിധം സ്റ്റാളുകളിലൊക്കെ ഈ കായ വറുത്തതും ശർക്കര ഉപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ ഉണ്ടാക്കണ കാരണം കൊണ്ട് വാങ്ങിയില്ല. പഴനുറുക്കുണ്ട്. പഴനുറുക്ക് എനിക്ക് പഴനുറുക്ക് അത്ര ഇഷ്ടമായില്ല. ഒരെണ്ണം മതി, എടുത്താൽ മതി ചെറുതെ അച്ചാറിന്. ഒരു മതിയാ? പിന്നെ അല്ലെങ്കിൽ പിന്നെ ചോർക്കൊഴിച്ച് എടുത്ത് വയ്ക്കേണ്ടി വരും, ഈ വിനാഗിരി എടുത്ത് ആക്കി വയ്ക്കേണ്ടി വരും. പിന്നെ ഇപ്പം നമ്മൾ വിനാഗിരി ഒഴിക്കില്ലല്ലോ. വിനാഗിരി ഒഴിക്കണ്ട. അല്ല, നമുക്ക് ഇത്രയ്ക്ക് അച്ചാറ് ഈ അച്ചാറിന് നമുക്ക് മതിയില്ലേ? മതിയാ? മതി. ഞാൻ ആ സമയത്ത് ഉണ്ടാക്കിയാൽ പോരത്. അല്ല, ഈ വടുക്കപ്പള്ളി കുറേ നാൾ നിൽക്കും, നാശാവില്ലെന്ന്. ആ സമയത്ത് ഉണ്ടാക്കിയാൽ മതി. എല്ലാം ചേട്ടൻ്റെ ഇഷ്ടം. പുളിയിൽ ശർക്കര അല്ല, ഇഞ്ചമ്പുളിയിൽ ശർക്കര ഇടാറായിട്ടില്ല, കുറച്ച് നേരം ഇടാം അല്ലേ? പുളിയിലെ ആ കുത്ത് പുളി അല്ല, കാറ്റുണ്ട്, തീ അങ്ങനെ ഇതല്ലേ. പുളിയിലെ കുത്ത് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശർക്കര ഇടാം. പുളിയിലെ പുളി കഴിയുന്ന പുളിയിലെ പുളി പോകുന്നില്ലേ, പുളിയിലെ ഒരു കുത്തുണ്ടല്ലോ, അതൊന്ന് പോട്ടെ. കുറച്ച് വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. തിളയ്ക്കണ്ട, തിളയ്ക്കാറോ ഓഫ് ചെയ്യാം. നല്ല സദ്യയുടെ മണം വന്ന് തുടങ്ങിയിട്ടാ. ഇഞ്ചമ്പുളിയും കാളനും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. വെള്ളം വെച്ചിടങ്ങി തരുതാ ഇളക്കിയ കായ വെന്ത് തുടങ്ങി. കായ വെന്തു കേട്ടാ. ഞാൻ കൂട്ട് ഒഴിക്കുന്നു. കുയില്, ഈ കുയിലിൻ്റെ ശബ്ദം തരും, വേറെ ടൈപ്പ് ശബ്ദം. കണ്ട ആ കുരുമുളക് കൂടി ഇട്ടാൽ ഒരു കറുപ്പ് കളർ പോലെ. അത് കുഴപ്പമില്ല, മഞ്ഞൾപ്പൊടി ഇത്തിരി കൂടുതൽ ഇട്ടാൽ മതി. ഇനി മൂടണ്ടല്ലോ. ശരി, നല്ല മണം തുടങ്ങിട്ടാ. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി, നമ്മൾ ഇങ്ങനെയാണ് ആക്കിയിരുന്നു കേട്ടോ. അതാ വെളിച്ചെണ്ണ ചൂടായപ്പോഴാ ശർക്കര ചേട്ടാ. ശർക്കര ഇതായിരിക്കും മുന്നിൽ, എൻ്റെ മുന്നിൽ, എൻ്റെ കണ്ണിൻ്റെ നേരെ ശർക്കര തിരിക്കിടാട്ടാ. മറയൂർ ശർക്കര അത്രയൊന്നും വേണ്ട, ഭയങ്കര മധുരാവൂലേ? നോക്കി നോക്കാട്ടാ. അത്രയല്ലേ ഉള്ളൂ, ആ ഒരു കഷ്ണം ഇട്ടിട്ടുണ്ട്. നോക്കട്ടെ അത് മധുരം തോരണ്ട്, എന്നിട്ട് നോക്കിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഇടാം. പുറത്തീ പോണു. അയ്യോ, കുറച്ച് പേര് പുറത്തേക്ക് പോയില്ലേ? ഞാനേ വലിയ ഉരുളി വെച്ചിട്ടുണ്ട്. എൻ്റെ കാഴ്ചപ്പാടേ കാളനിൽ ഉപ്പ് കുറവാണ് കേട്ടാ, ഒത്തിരി ഉപ്പിടുണ്ട്. നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതേ തിളയ്ക്കാറായപ്പോൾ ഓഫാക്കിയിട്ട് വിട്ടാ. അതിലേക്ക് നമ്മൾ ഈ വടുകപ്പുളി ഒന്നിടുകയാണ്. കുറച്ച് ഉപ്പും കൂടി ഇടണം. അതിൽ കുറച്ച് ഉപ്പ് ഇട്ടു. ഞാനിതിൽ നിന്ന് കോരി എടുക്കാൻ വേണ്ടിയിട്ടേ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ആ കുഞ്ഞെ കയ്യിൽ കൊട്ട പോലത്തെ സാധനം അത് ചേട്ടൻ എടുത്തോണ്ടേ. ചേട്ടന് അത് വറക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കോരി മാറ്റി വയ്ക്കാം. ഇത്തിരി അച്ചാറുണ്ടാവുള്ളൂ ചേട്ടാ. സരിത, എന്തേ? അല്ലല്ല, ഈ സാധനം കനം കുറവാ. ഇത്
ഈ ഇതൊന്നിലാക്കാൻ പറ്റില്ല. ആക്കി കഴിഞ്ഞാൽ പിടിപ്പെടുന്നതിന് ഭയങ്കര സ്നൈസാവും. നമ്മൾ കൈ കൊണ്ടാക്കേണ്ടി വരും. അത് പെട്ടെന്ന് ആയി കണ്ട കരിച്ചിലൊന്നും കണ്ട. പിന്നെ അതിലിട്ടതും അധികം തോന്നുന്നു. അല്ല അധികം ആയിട്ടില്ല, ഇതിൽ ഉപ്പിട്ടിട്ടില്ല. അതായത് ഫസ്റ്റത്തെ നമ്മുടെ ചിപ്സ് കൊളാബറേഷനായി ഭയങ്കര കനം കുറവായി കണ്ട. ഇത് കണ്ട കളർ മാറി കനം വേണം സരിത കൈ കൊണ്ട് അരിയാൻ പോവാ. അപ്പം ഇത് കൂടണ്ട കേട്ടാ. കാളൻ ഇളക്കണം കേട്ടാ. നാളികേരം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇളക്കിയില്ലെങ്കിൽ അടി പിടിക്കും. കാളൻ്റെ ഒരു തുള്ളി തെറിച്ചതാട്ടത്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. നമ്മൾ അതിലരിയാറില്ല ചേട്ടാ. ചേട്ടൻ മറന്നു തോന്നുന്നത്, ഞാനും മറന്നു. അപ്പോൾ കത്തി കൊണ്ട് നമുക്ക് ഒരേ അളവിൽ ഇത്തിരി കനത്തില്ല അരിയണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നു മനസ്സിലായി. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനം വേണം. അത് ഭയങ്കര നൈസ് തരുതേ. നമ്മൾ ആ ശർക്കര പോരാ ചേട്ടാ, മധുരത്തിൽ കൂടുതലിട്ടോ. ഞാൻ ഇടുന്നുണ്ട് കേട്ടാ മധുരം. ഇതാണ് നല്ലത്. ഇതാകുമ്പോൾ കരിച്ചിട്ട് വരില്ല. അത് നോക്കി ഇട്ടിട്ട് ഇതാകുമ്പോഴേക്കും സാധനം കരിയ സരിതാ. നമ്മൾ ഒരു കൊല്ലം ഇങ്ങനെ ആക്കിയിട്ട് ഓർമ്മയില്ല സരിതയ്ക്ക്. എന്നിട്ട് വീണ്ടും കത്തി ഉണ്ടാക്കിയത് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ ഓർമ്മ വന്നു. ഇപ്പോഴാണ് ഓർമ്മ വന്നത്. അബദ്ധം പറ്റിയിട്ടാ. ഇനി കട്ടി മതി അല്ലേ? അതിന് കട്ടിയാവും. ഇപ്പം തന്നെ അത്യാവശ്യം കട്ടിയുണ്ട്. എൻ്റെ ഫസ്റ്റത്തെ പരിപാടി പൊളിഞ്ഞു. സരിത വിജയിച്ചു. ചേട്ടൻ്റെ അടുത്ത് ആദ്യമേ അരിഞ്ഞു വയ്ക്കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല, ഇതിലേക്ക് നേരെ അരിയണം. അതൊക്കെ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ അത് ഒരുമിച്ച് 3-4 പിടിച്ചിട്ട് ഇങ്ങനെ ആക്കുക ചെയ്യാം. ഇതിപ്പോൾ ഓരോന്നാക്കുമ്പോൾ ഉണ്ടാവും, അവസാനത്തെ ആക്കുമ്പോഴേക്കും ആദ്യത്തെ ആയിട്ടുണ്ടാവും. കണ്ടോ നന്നായി കരിഞ്ഞു, ചിലതായിട്ടില്ല. അല്ല ഞാൻ പറയുന്നത് ഈ സാധനം വളരെ നൈസാണ്. ഇതിൻ്റെ ഉള്ളിയോടെ നോക്കി കഴിഞ്ഞാൽ ഇതിനെ കാണാം കണ്ട. നോക്കി കാണണം, നോക്കിയേ അത്രയും കനം കുറവാണ്. അവരെ കയ്യിൽ അവർ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ മരത്തിൻ്റെ ഒരു പലക പോലത്തെ അതിലാണ് ബ്ലേഡ് വെച്ചിട്ട് ആക്കിയിട്ട് പിന്നെ എന്താ ചെയ്യാക്കിയത് മറന്നുപോയി കണ്ട. ഉത്തരമുട്ടി ഒരു തുണ്ട് ഏലക്കായപ്പൊടി, ഏലക്കായപ്പൊടി എന്ന് പറയുന്നത് എന്താ പറയാ, ഉലുവപ്പൊടി കേട്ടാ. തീ കാളന്റെ തീ കേട്ടാ. കാള ഞാൻ കാച്ചാൻ പോവാ. ശരി ഇല്ല, അത് ഇഞ്ചമ്പുളി ആവാൻ ടൈം എടുക്കും. നമ്മളൊക്കെ അരിഞ്ഞു വെച്ചോട്ടെ, പ്രശ്നമില്ല. ചേട്ടൻ കാക്ക എവിടെയാ? ഈ സാധനം ഉപ്പേരിൻ്റെ ചിപ്സ് ഉണ്ടാക്കാൻ പറ്റിയതല്ലെന്ന് മനസ്സിലായിട്ടാ. ഇനി ഇത് ഉപയോഗിക്കരുത്. മനുഷ്യന് പിഴവ് പറ്റുന്നത് നാട്ടുകാരൻ മുഴുവൻ കാണിക്കാൻ പറ്റിയൊരു ഉപകരണമായി അത് മാറി. രണ്ടാമത്തെ പട്ട അങ്ങനെ ഉണ്ടാവണത്. പക്ഷെ എന്നാലും ഇനി അടുത്ത കൊല്ലല്ലേ നമ്മൾ ഉണ്ടാക്കാം, അപ്പോഴേക്കും മറക്കൂലത്. ആണ് പ്രശ്നം. കായ വറുത്തത് അങ്ങനെയൊന്നും നമ്മളല്ലാണ്ട് വീട്ടിൽ വേറെ ഉണ്ടാക്കി വറക്കില്ല, അങ്ങനെ ചെയ്യാറില്ല. നല്ല രസമുണ്ട് തന്നെ അത് കരിഞ്ഞാണെങ്കിലും. അത്ര കഴിഞ്ഞിട്ടില്ല കേട്ടാ. അപ്പൊ പിന്നെ എന്താ പ്രശ്നം, ടേസ്റ്റ് ഉണ്ടായ പോരെ. ചേട്ടൻ ഇതിനൊരു മധുരം ഉണ്ടല്ലോ. അതിന്റെ ഞാൻ പറഞ്ഞ മഞ്ഞ കളറിൽ കണ്ടപ്പോ ഞാൻ അപ്പളേ ചോദിച്ചത് അത് പഴുത്തതാണോന്ന്. ഇനിയിപ്പൊ കാളന്റെ അവസ്ഥ എന്താവും? ഈ സെയിം കായ തന്നെയല്ലേ. കാളൻ കാച്ചാൻ പോവാട്ടാ. വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച്. ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കേട്ടോ. ഒരു ഞാതിരിക്ക് ഇത് ഇടാൻ പോവാണ് കേട്ടോ. നീ ഇതിരി കനുള്ള കാരണം കുഴപ്പമുണ്ടാവില്ല ചേട്ടാ. രണ്ടു വട്ടം ഒരുമിച്ചല്ലേ ഇടണം, അപ്പോൾ ഒരുപോലെ കിട്ടിയോളും. അല്ല പിന്നെ ഒരേ അളവിൽ തന്നെ ഞാൻ അരിഞ്ഞിട്ടുണ്ട്. ഇത്തിരി കനുണ്ട് സരിത. ഇപ്പം ഈ ഉപ്പേരി നോക്കിയേ കണ്ട, ഒരു കുഴപ്പമില്ലാണ്ട് നോക്കിയേ. ഇതിപ്പോ ഞാൻ പറച്ചിൽ കേട്ട് ഞാൻ പറഞ്ഞിട്ട് മറ്റേലാക്കിയെന്ന് തോന്നുന്നു. അല്ലാന്ന് അത് നീയെങ്കിലും ഓർത്ത് വയ്ക്കണ്ടായിരുന്നു. അത്ര കനം കുറഞ്ഞ സാധനം നമുക്ക് ഇതിൽ ഉപ്പേരി ഉണ്ടാക്കാൻ പറ്റിയതല്ല ഒന്ന് ഓർപ്പിക്കും. നല്ല ഭാര്യയാണെങ്കിൽ എന്നിട്ട് ചെയ്യണ്ടേ, മറ്റേ പൊറോട്ടയുടെ വീഡിയോയിൽ പറഞ്ഞ പോലെ അല്ലേ. അല്ല അതിന്റെ ഓർത്ത് വയ്ക്കണ്ടായിരുന്നു. നോക്കിയേ വല്ല കുഴപ്പമില്ല. നോക്കിയേ കണ്ട, കുഴപ്പമില്ല. അപ്പോ കാളലിക്ക് കാച്ചാൻ പോവാണ് കേട്ടാ. കടുകിടുന്നു. കാളനിൽ കാച്ചുമ്പോ വെളിച്ചെണ്ണ ഇത്തിരി കൂടുതൽ വേണം കേട്ടാ. അല്ല വെളിച്ചെണ്ണ ഞാൻ നെയ്യ് ഒഴിച്ചേക്കണം. നെയ്യ് എണ്ണ കൂടുതൽ വേണം. തീ കുറച്ച് വെച്ചിട്ട് തീ കത്തുള്ളേ. ആഹാ, എനിക്കിത് കാണുമ്പോൾ തന്നെ കൊതിയാണ് ഇപ്പോൾ. കണ്ട, എന്നെ പറ്റി എനിക്ക് അഭിമാനം തോന്നണം. കണ്ട ഈ ഉപ്പേരി കണ്ട നല്ല രസമായിട്ട് ഒരേ അളവിലാക്കി വേണ്ട. ഇതാണ് നമ്മുടെ ഒരു ചെറിയൊരു പിഴവ് വന്നത്. കണ്ട പക്ഷെ അത് നല്ല രസം തന്നെ.
അതെന്നെ പറഞ്ഞോണ്ടിരിക്കണ എന്തിനാ? അത് പോട്ടെ, എന്തായാലും അത് അങ്ങനെയായി. ഇനി അത് പറഞ്ഞോണ്ടിരുന്നത് പഴയ പോലെയാവോ? ഇതാണ് ചേട്ടൻ്റെ പ്രശ്നം. ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അത് എന്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് വന്നു വെച്ചെങ്കിലോ? എന്നാലും ഇത് അടുത്ത കൊല്ലം വരെ അങ്ങോട്ട് ഓർക്കുള്ളൂ. കുറച്ചാണ് പറഞ്ഞു ഞാൻ. ഉലുവിട്ടു, വറ്റൽ മുളകിട്ടു, വേപ്പിൻ്റെ ഇല ഇട്ടു, കളർ റെഡി. ഇതിലേക്ക് ഉപ്പ് വെള്ളം തിളക്കുന്നു കേട്ടാ. ചേട്ടൻ പറഞ്ഞില്ലേ ഇതിൽ മഞ്ഞൾ കുറവാണെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ നോക്കിയേ, ഇതിൽ മഞ്ഞൾ എല്ലാം കുറവുണ്ടോ നോക്കിയേ. കറക്റ്റ് ഭാഗല്ലേ? അത് നാളികേരം ഒഴിച്ചപ്പോൾ തന്നെ മഞ്ഞൾ കുറവ്. അപ്പൊ ഇത് ഞാനിവിടെ മാറ്റിക്കിട്ട് മൂടി എവിടെയായിരുന്നു? അപ്പൊ ഒരു സാധനം നമ്മുടെ റെഡി. കാളൻ മാറ്റി വയ്ക്കുന്നു. ഞാനേ വളരെ പിന്നിലേക്കായിരുന്നു. എൻ്റെ കഴിഞ്ഞു. അതിന് പറഞ്ഞത് ഇനി ഈ സാധനല്ലേ, നമ്മൾ വടുകപ്പുളി അരിഞ്ഞ് ചൂടുവെള്ളത്തിലിട്ട് കോരി വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അതിൽ കോരി വെച്ചതാണ്. ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇടുന്നു. ഒരു ലേശം മഞ്ഞൾപ്പൊടി, ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞതും പച്ചമുളക് പൊടി പൊടിയായിട്ട് അരിഞ്ഞതും ഇടുന്നു. പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല, അരിയാണെങ്കിൽ അരിയാം, അല്ലെങ്കിൽ പിച്ചി നുറുക്കി ഇങ്ങനെ ഇടാം. പിന്നെ കുറച്ച് കായപ്പൊടി, ഉപ്പ്. പിന്നെ അതിൽ തിളപ്പിച്ചിട്ടാക്കുമ്പോൾ ചേർത്തുണ്ടായിരുന്നു. കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം കുറച്ച് മിക്സ് ചെയ്യാം. ചൂട് വെള്ളം വേണം കേട്ടോ. ഇതിലേക്ക് ചേർക്കാം. കടുകപ്പുളി അച്ചാറെന്ന് പറയുമ്പോൾ പിന്നെ ഇനി മറ്റേ കടുക് പൊട്ടിക്കലൊന്നും ഇല്ല. സദ്യ സ്പെഷ്യലിൽ കേട്ടാ. കടുക് പൊട്ടിച്ചൊഴിക്കേണ്ടവർ കൊഴിക്കാം അല്ലേ ചേട്ടാ? നല്ലെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കുക. ചൂട്ടോടുകൂടി ഒഴിക്കരുത്. രണ്ട് ട്രിപ്പായിട്ട് തന്നെ ആക്കേണ്ട വരുമോ? ഇല്ല, ഒരു ട്രിപ്പിൽ കൊള്ളും തോന്നുന്നു. വരെ ആദ്യം എൻ്റെ ഇത് ശരി കേട്ടാ. ഇതിൽ ഉപ്പ് കുറവായിരുന്നു, ഞാൻ ഉപ്പിട്ടു. സാരിതരം 3 സാധനങ്ങളും കഴിഞ്ഞു. ഇത് സിമ്പിളായതുകൊണ്ട് എൻ്റെ വേഗം കഴിഞ്ഞ. ഞാൻ ഈ പാത്രം എൻ്റെ ചിപ്സ് പുളി നോക്കിയിട്ട് വേണമെങ്കിൽ, പുളി കുറവാണെങ്കിൽ വിനാഗിരി വേണമെങ്കിൽ ഒഴിക്കുക കേട്ടാ. പക്ഷേ ഇതിൽ പുളിയും ഒക്കെ ഉണ്ട്, കയ്പ്പ് കുറവാണ്. നമ്മൾ തിളപ്പിച്ച വെള്ളത്തിലിട്ടിട്ട് ആക്കിയല്ലോ. അപ്പം അങ്ങനെ ഈ ഇത് കഴിഞ്ഞു. ഇതേ ഇഞ്ചമ്പുളി ചേട്ടൻ നോക്കി നോക്കിയേ. അയ്യോ, എന്ത് ഇത്ര അധികം ഇട്ടേ? ഇത് 2 ട്രിപ്പായിട്ട് ആക്കേണ്ടതായിരുന്നു. ചേട്ടൻ സ്പീഡിൽ കഴിക്കാൻ വേണ്ടി ചെയ്തതാണോ? ഒറ്റ ട്രിപ്പിലാക്കാൻ ചുരുങ്ങത്തിരി നന്നായി. മധുരത്തിരി കുറവാന്ന്. മധുരം കുറവാ തോന്നണേ? ഇത്തിരി കുറവാ. എങ്കിലിടാം. കുഞ്ഞ കഷ്ണം കൂടി. മതി മതി മതി, കുറച്ച് മധുരം മതി. മതി മതി മതി, കുഞ്ഞ കഷ്ണം ഇട്ടിട്ടുള്ളൂ. അടിപൊളി ഇഞ്ചമ്പുളി ഉണ്ട് കേട്ടാ. താങ്ക് യു. ഇതിൻ്റെ അതിൻ്റെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എടുക്കാം. കളറൊക്കെ കൂടിയെന്ന് തോന്നുന്നു. ഇല്ല, അത് മുറുക്കി വറക്കണല്ലോ നന്നായിട്ട്, അല്ലെങ്കിൽ പോഞ്ച് വരുമോ? കായ കണ്ടപ്പോൾ ഒരു മഞ്ഞ കളർ തൊലിക്കുണ്ടായിരുന്നു. കണ്ടിട്ട് ഞാൻ ചേട്ടനോട് അപ്പം തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് നിഷേധിക്കുന്നില്ല. പക്ഷേ സംഗതി സത്യമായിരുന്നു. കായ ഇത്തിരി പഴുപ്പായതാണ്. കടക്കാരൻ ചേട്ടനെ പറ്റിച്ചു. അത് ആ കളറാണ്. മറ്റേത് ഇങ്ങനെ ഇരുന്ന കാരനാണ്, കൂടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്ന കാരണ്ട് വന്നതാന്ന് പറഞ്ഞിട്ട്. നമുക്ക് ശർക്കര നീര് ഉരുക്കാം. അല്ല, ശർക്കര നീര് ഉരുക്കുക എന്നല്ല, ശർക്കര ഉരുക്കാം. ഇഞ്ചമ്പുളി ആയില്ല. നിൻ്റെ 3ഉം ഇത് കഴിഞ്ഞു. ഓഫ് ചെയ്യാം. ശർക്കര നീര് ഉരുക്കുന്നത് ഇതിൽ തന്നെയാണ്. മറയൂർ ശർക്കര മഹിമ. ഫ്ലാറ്റിൻ്റെ മുകളിൽ മഴക്കാർ കൊണ്ട് ഫ്ലാറ്റിനെ പ്രൊമോട്ട് ചെയ്യണ പോലെ നമ്മൾ മറയൂർ ശർക്കരനെ പ്രൊമോട്ട് ചെയ്തിട്ട് അവരും നമ്മളെ വിളിക്കുന്നു. ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ടാ അവരും വെള്ളം ഒഴിക്കുന്നു. അല്ല, അവരും വിളിക്കുന്നില്ലേ? ഫ്ലാറ്റുകാരനെ അറിഞ്ഞിട്ടില്ല എന്നുകൊണ്ട് ഇതുവരെ. അല്ലെങ്കിൽ വിളിച്ചേനെ ചേട്ടനെ ഒരു നന്ദി പറയാം. എന്നാൽ അതിൽ പൊടിക്കാനുള്ള സാധനങ്ങൾ പൊടിച്ചിട്ട് വരാം. പൊടിക്കാനുള്ള സാധനങ്ങൾ ശർക്കര വരട്ടി ഉണ്ടാക്കാനായിട്ട് നമ്മൾ മിക്സിയിൽ ചേർത്ത് ഒരു കഷ്ണം ചുക്ക്, ഇത് ഒരു സ്വല്പം ഒരു 1/2 ടീസ്പൂണോളം നല്ല ജീരകം, പിന്നെ ഏലക്കായ പൊടി, ഒരു 5-6 ഏലക്കായ പൊടി, പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് പൊടിച്ചുകൊണ്ടിരുന്നു കേട്ടോ. ഇനി ഇത് പൊടിച്ചുകൊണ്ട് കഴിഞ്ഞ് ഇത് പൊടിച്ചത് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട്
ഒരു 3 ടീസ്പൂൺ പഞ്ചസാര, ഈ 2 ടീസ്പൂൺ പഞ്ചസാര. ഇത് എടുത്തിട്ട് വന്നേ. ഇതൊന്ന് ഇടത്തോട്ട് ക്രഷ് ചെയ്ത് കൊണ്ടോളൂ കേട്ടോ. ചെറുത് അത് മതി, അത്ര മതി. ഇത് പൊടിച്ച് മാറ്റിയിട്ട് ആ തന്നെ. അപ്പോൾ ഞാൻ ചെയ്തിട്ട് വരാം. സരിത ഒരു രഹസ്യം പറയണേ ഞാൻ. അതേ ഇത് നമ്മൾ ഈ ശർക്കര വരട്ടി ഇതില്ലേ നോക്കിയേ, ഇങ്ങോട്ട് വാ. പറഞ്ഞോ. ചെറുതായിട്ട് പഴുത്തുണ്ട് പഴം, പല കായ. ഓ ഇതത്ര വലിയ, അതായത് ഭയങ്കര മുറുക്കമനല്ലേ, നമ്മൾ ഉള്ള കാര്യം പറയാനേട്ടാ. ഇതത്ര വലിയ രഹസ്യം കണ്ട, അല്ലെങ്കിൽ ഇത്രയ്ക്ക് മുറുക്കി വറുത്തിട്ട് കണ്ട. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ വാങ്ങിക്കുമ്പോ കായ ഒരു പഴവോട് പറ്റുന്നണ്ട. കുഴപ്പമില്ല, നമുക്കത് ഉണ്ടാക്കാം. അപ്പോൾ തീ സ്വല്പം വേണ്ടി ആവട്ടെ കേട്ടോ. അപ്പോൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഇടാം. അങ്ങനെ ഒരു പിഴവ് പറ്റി കാണുമ്പോൾ അതാ പറ്റണ്ടേ. കുറച്ച് നേരത്തെ മുമ്പ് വരെ അവർ വേറെ ആൾക്ക് ഉപ്പേരിക്കായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയില്ല എന്ന് പറഞ്ഞാൽ പടല്ലേ തന്നെ, തൊട്ടടുത്ത പടല്ല. അപ്പോൾ അവർക്ക് ആ വീട്ടുകാർക്കും പിഴവ് പറ്റിയിട്ടുണ്ടാവില്ലോ. അങ്ങനെ ഒരു വീട്ടുകാർ വാങ്ങിച്ചു കൊണ്ടുപോയി നീ കടക്കാരൻ പറഞ്ഞ അറിവല്ലേ ചേട്ടനുള്ളൂ. സാറല്ലേ ഇനിയിപ്പോ നമ്മളിപ്പോ കാറ്ററിംഗ് നടത്താ, അല്ലെങ്കിൽ ഇത് വിൽക്കാൻ വേണ്ടി ചെയ്ത് എന്നിട്ട് കുറെ നാശമായി പോയി. അങ്ങനെ എങ്ങനെയായാലും ഇതിവിടെ ചെലവായിക്കോളും, കളയേണ്ടി ഒന്നും വരില്ല. അത് ഓണത്തിന്റെ അന്നത്തേക്ക് ബാക്കി ഉണ്ടായ ഭാഗ്യം. ഇതിപ്പോ തന്നെ കഴിയും. ചേട്ടന് ഇനി ഉറക്കമില്ലാത്ത വിശ്രമമില്ലാത്ത മണിക്കൂറുകളാണ് ഇനി ചേട്ടന്റെ വായിക്ക്. അതന്നെ പറഞ്ഞേ. നമ്മുടെ ശർക്കര പാവ് റെഡി ആയിട്ടാ. ഇനി പാവ് റെഡി ആയാലും എന്തൊരു റെഡി ആയാലും ഇത് കായ അല്ല വറുത്ത് പോയി ഇതിങ്ങനെയില്ലേ. അത് സിമ്മിലിടണോ. സിമ്മിലിട്ടിട്ട് നമ്മൾ ഈ സാധനമില്ലേ, ഈ സാധനം ഇരിക്കിടണു കേട്ടോ. ഇതിലിട്ടിട്ട് ഇളക്കണു. അതോടൊപ്പം തന്നെ സരിത പൊടിച്ചു കൊണ്ടുള്ളതില്ലേ അത് ഇരിക്കിടണു കേട്ടോ. ചുക്ക്, ജീരകം, ഏലക്കായ്പ്പൊടി, പഞ്ചസാര ഇരിക്കിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 ടീസ്പൂൺ പഞ്ചസാര ക്രഷ് ചെയ്ത് കൊണ്ടെന്ന് പറഞ്ഞില്ലേ അത് ഇരിക്കുന്നു കേട്ടോ. ഇപ്പോൾ പറ്റും. ഞാൻ ഇളക്കാം. അല്ല ഇതിനെന്തിട്ട് മനസ്സിലായ നമ്മൾ വാങ്ങിക്കുന്ന സാധനമല്ലേ, ഇതിലേക്ക് മെയിൻ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിന് പിഴവ് പറ്റി കഴിഞ്ഞാൽ എല്ലാം പൊളിഞ്ഞു എന്നർത്ഥം. ചേട്ടന് മൊത്തത്തിൽ പിഴവായി പോയില്ലേ. കായ അരിഞ്ഞത് മറ്റേ ഇതിലായിപ്പോയി. ഇതിൽ ശർക്കര നീരിൽ വെള്ളം കൂടുതലായിരുന്നു കേട്ടോ. നോക്കി വെള്ളം പറ്റാണ്ട് ഇത് ഇട്ട് ഇളക്കണോട് കൂടി അത് കട്ടയാവില്ലേ. അത് പോയിട്ടും അല്ലെങ്കിൽ എന്നെ അത് പിശും പിശും തന്നെ ഇരിക്കണ ഒന്നും കൂടി കുതിർന്നിടുന്നു. അത് പോയിട്ടു കഴിഞ്ഞു. ചേട്ടന്റെ എത്ര കൊല്ലം മുന്നേ, 4 കൊല്ലം 5 കൊല്ലം മുന്നേ ഇട്ടാണ് ശർക്കര വരട്ടി വീഡിയോ. കുറെ പേര് കണ്ടിട്ടില്ലേ. അയ്യോ കയ്യും വായൊക്കെ പൊള്ളിയില്ലേ. വായിലും നനവുള്ള രക്ഷപ്പെട്ടു. ഇപ്പൊ കയ്യുമ്പോ നനവില്ലല്ലോ. അയ്യോ വീണു. ഉറുമ്പ് ചുറ്റി നടക്കണം. അയ്യോ അതുകൊണ്ടാക്കല്ലേ, ഒട്ടി പിടിക്കില്ലേ. മറന്നുപോയി. ഹലോ ഓക്കെ അല്ലേ. മൊത്തത്തിലാകെ ഒരു കുഴപ്പം തന്നെയാട്ടാ. ഈ സംസാരം ഇതിലൊരു തെറ്റ് പോലും വന്നിട്ടില്ല അല്ലേ. സംസാരത്തിൽ സംസാരം കറക്റ്റ് ആയിരുന്നു. അതാണ് പാചകത്തിൽ നിറയെ പിഴവ് വന്നേ. അങ്ങനെ നമ്മുടെ ഓണത്തിന്റെ സാധനങ്ങൾ ശരിയായി. കുറച്ച് മുൻകൂട്ടി ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കേണ്ട 5 സാധനങ്ങൾ റെഡി. കാളൻ, ഇഞ്ചമ്പുളി, അച്ചാറ്, വട്ടപ്പേരി, ശർക്കര ഉപ്പേരി. ഇത് രണ്ടും കുളമായി സുഹൃത്തുക്കളെ. അതിന് പടത്തിന്റെ മുറുക്കല്ലോ, പടത്തിന്റെ അല്ലേ. മധുരയില്ലേ. അപ്പൊ നന്നായി ബ്ലാക്ക് കളറിൽ വറക്കണ്ടേ. കുഴപ്പമില്ല, ഞാൻ തീർത്തുണ്ട്. ഞങ്ങൾ ഓണത്തിന്റെ അന്ന് സദ്യക്ക് ഈ 5 സാധനങ്ങളും വിളമ്പും. ഇത് ഉണ്ടായി കഴിഞ്ഞാൽ ഭാഗ്യം. ഇത് 3 ഉണ്ടാവും എന്തെങ്കിലും ബാക്കി. പിന്നെ ഇനി ആ സമയത്ത് സാമ്പാർ, അവിയൽ, തോരൻ, 3 ഉണ്ടാക്കിയ പോരെ. വേറെ ഒന്നും വേണ്ടല്ലോ. പപ്പടം. പപ്പടം. അപ്പോൾ നമുക്ക് നിർത്താം. അടുത്ത വീഡിയോ കാണാൻ. നന്ദി, നമസ്കാരം.